इधर आ। दिन भर फोन चलाते रहते हो, तब फोन पर लगे तू रहो। बेटा थोड़ी देर के लिए भी शांत नहीं बैठ सकता। आज जल्दी आ गए हाँ और कल पता नहीं उसका आएगा ठेकेदार का फोन। उधर क्या हो रहा है? अरे वो रखे थे मैंने छुट्टे कुछ यहाँ पर। पापा हम इतने गरीब क्यों हैं? हम इतने गरीब थोड़ी ना हैं, हमसे ज़्यादा हालत ख़राब है काफ़ी लोगों की। तुम्हें पता है क्यों? मैं बताती हूँ। भगवान ने इस दुनिया में इतना तो बनाया है कि हम सब आराम से जी सके, पर हर कोई इसे बराबर बांटता नहीं है। इसलिए कुछ तो अमीर हो जाते हैं और कुछ गरीब रह जाते हैं। ये देखो, एक तुम्हारे लिए और 2 पापा के लिए, और मेरे लिए कुछ नहीं। तो मैं क्या हुई? बहुत गरीब, और तुम बस गरीब। और मैं सबसे अमीर। मेरे पास हैं ये दोनों। മോനെ, നമ്മളാരും പാവപ്പെട്ടവരായി ജീവിക്കണമെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചതല്ല. 147 കോടി ജനങ്ങളുള്ള നമ്മുടെ ഈ രാജ്യത്ത് 19 കോടിയോളം ആളുകൾ നമ്മളെപ്പോലെ പട്ടിണിക്കാരാ. അതിൽ തീരാ രോഗികളുണ്ട്, ഇതുവരെ സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ട്, പലതരം മാനസിക രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ബന്ധുക്കൾ ഒഴിവാക്കി തെരുവിലേക്ക് എറിയപ്പെട്ടവരുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഡിസബിലിറ്റി ഉള്ളവരുണ്ട്. അങ്ങനെ പലതരം ആളുകൾ. നമ്മുടെ ചേരിയിലെന്നും പഠിപ്പിക്കാൻ വരുന്നൊരു മാഡമില്ലേ, ആ ടീം തന്നെയാണ് നമുക്ക് എല്ലാ ദിവസവും ഒരു നേരത്തെ ഭക്ഷണവും തരുന്നത്. ഇന്ത്യയിലെ പല നഗരങ്ങളിൽ നമ്മളെപ്പോലെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് അവർ നോക്കുന്നത്. അതുകൊണ്ടെന്താ, ഇങ്ങനത്തെ ഗല്ലിയിലെ എത്രയോ കുട്ടികൾ പഠിച്ച് ഉപരിപഠനത്തിന് ഇവിടുന്ന് പുറത്തുപോയി ജോലി ചെയ്ത് മാന്യമായി ജീവിക്കുന്നു. കേരളത്തിലെ തണൽ എന്ന പേരിലുള്ള ഒരു കൂട്ടം മനുഷ്യസ്നേഹികളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴൊന്നുമല്ല, 2002 മുതലേ അവരിത്തരം പ്രവർത്തനങ്ങളുമായി ഓടി നടക്കുന്നുണ്ട്. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങിയതായിരുന്നു. പിന്നെ രാജ്യമൊട്ടാകെ അവരുടെ സേവനം വ്യാപിക്കുന്നതിന് ഊർജമായത് മലബാർ ഗോൾഡ് അടക്കമുള്ളവരുടെ ഇടപെടലാണ്. അങ്ങനെ ഇന്ന് 21 സംസ്ഥാനങ്ങളിലായി 3000-ലേറെ കേന്ദ്രങ്ങളിലൂടെ നമ്മളെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തണൽ ആശ്വാസം നൽകുന്നത്. അതിലേറ്റവും പ്രധാനം കിഡ്നി രോഗികൾക്കുള്ള സഹായമാണ്. ഡയാലിസിസ് വേണ്ടി വരുന്ന പലർക്കും അതിനുള്ള പണമോ സൗകര്യങ്ങളോ ഉണ്ടാവാറില്ലല്ലോ. അങ്ങനെ എത്രയെത്ര ആളുകളാണെന്നോ ചികിത്സ കിട്ടാതെ മരിച്ചു പോകുന്നത്. തണലെന്ത് ചെയ്തു? ഇതുപോലുള്ളവർക്ക് ചെറിയ പൈസയ്ക്കോ ഫ്രീ ആയിട്ടോ ഡയാലിസിസ് കിട്ടാൻ കുറേ സെൻ്ററുകൾ തുടങ്ങി. ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമായിക്കൊണ്ട് 4 സംസ്ഥാനത്ത് മൊത്തം 90 ഡയാലിസിസ് സെൻ്ററുകൾ. എന്നാലും ആവശ്യക്കാരെപ്പോഴും ബാക്കിയായിരിക്കും. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും കൂടി ഇങ്ങനത്തെ സെൻ്ററുകൾ തുടങ്ങാനുള്ള പണിയിലാണ് തണൽ. മോനെ, ഈ സമൂഹം വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം ദുരിതത്തിലായിപ്പോയ പലതരം ആളുകളുണ്ട്. ഒറ്റനോട്ടത്തിലെല്ലാം ഒന്നാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും സത്യം അങ്ങനെയല്ല. ഉദാഹരണത്തിന്, നമ്മുടെ ചേരിയിലുണ്ടായിരുന്ന ലേശം മാനസിക പ്രയാസമുണ്ടായിരുന്ന ഒരു ചാച്ചയെ ഒരു ആംബുലൻസ് വന്ന് കൊണ്ടുപോയത് മോൻ ഓർക്കുന്നില്ലേ?
ആദ്യം ഒരു ഡോക്ടറും നേഴ്സും ആയിരുന്നില്ലേ വന്നത്? പിന്നെയല്ലേ ഇവിടുന്ന് കൊണ്ടുപോയത്? ചാച്ചയെപ്പോലെ മനസ്സിന് സുഖമില്ലാത്ത എത്രയോ പേരുണ്ടാവില്ലേ? അവരെ പാർപ്പിക്കാൻ തണലിന് വലിയ 3 ആശുപത്രികളുണ്ട്. അവിടെ വെച്ച് നല്ലോണം ചികിത്സിച്ച് രോഗം മാറ്റും. അവരെ ഏറ്റെടുക്കാൻ സ്വന്തക്കാരാരെങ്കിലും വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കും. ഇല്ലാത്തവരെ പൊന്നുപോലെ നോക്കും, മരണം വരെ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും തണലിന് ഇതുപോലത്തെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. അക്കൂട്ടത്തിൽ ആരോഗ്യമുള്ളവരെ ഏതെങ്കിലും നല്ല ജോലി ചെയ്യാനൊക്കെ പഠിപ്പിക്കും. അപ്പോൾ പിന്നെ അവർക്കും മറ്റ് സാധാരണ ആളുകളെപ്പോലെ അന്തസ്സായി ജീവിക്കാമല്ലോ. അതേപോലെ നേരെ നിൽക്കാനോ നടക്കാനോ സംസാരിക്കാനോ എന്തെങ്കിലും കേൾക്കാനോ കാണാനോ പറ്റാത്ത എത്രയോ പേരെ മോൻ കണ്ടിട്ടില്ലേ? ഇതിൽ പലരും ജനിക്കുമ്പോഴേ ഇങ്ങനെ ആയി പോകുന്നതാണ്. ഇപ്പൊ ശാസ്ത്രമൊക്കെ കുറേ വളർന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും പ്രശ്നമുള്ളവരാണോ എന്ന് ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് കണ്ടുപിടിക്കാനാവും. തണൽ അതാണ് ചെയ്യുന്നത്. അങ്ങനെ നേരത്തെ കണ്ടുപിടിച്ച് മതിയായ ചികിത്സയും തെറാപ്പിയും നൽകി ആ കുട്ടികളെ സ്കൂളിലേക്കും. ആദ്യം അവർക്ക് മാത്രമായുള്ള സ്കൂളിലേക്കാണ് അയക്കുന്നതെങ്കിലും പിന്നെ പിന്നെ സാധാരണ സ്കൂളിൽ മറ്റു കുട്ടികളോടൊപ്പം തന്നെ പഠിപ്പിക്കുന്നു. പിന്നീട് അവർക്ക് ചെയ്യാനാവുന്ന ഏതെങ്കിലും ജോലി പഠിപ്പിക്കും. അതോടെ അവർക്കും അന്തസ്സായി ജീവിക്കാമല്ലോ. അങ്ങനത്തെ 37 സ്ഥാപനങ്ങളാണ് തണൽ നടത്തുന്നത്. അതുപോലെ അപകടം പറ്റിയും അല്ലാതെയും കിടപ്പിലായിപ്പോയ രോഗികളുടെ കാര്യത്തിൽ 10 കൊല്ലം മുമ്പേ ഇവർ പണിയെടുക്കുന്നുണ്ട്. ആദ്യം അവർ താമസിക്കുന്നിടത്ത് ചെന്ന് കണ്ട് ചികിത്സിക്കും. അഡ്മിറ്റ് ചെയ്യേണ്ടവരെ പ്രത്യേകം കേന്ദ്രത്തിലേക്ക് മാറ്റും. തണലിന് അങ്ങനത്തെ 100-ലേറെ കേന്ദ്രങ്ങൾ ഇപ്പം തന്നെയുണ്ട്. അതിനിയും കൂട്ടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്നോ? ഇങ്ങനെ കിടപ്പിലാവുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് കൂടി വരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. പപ്പ നേരത്തെ മോനോട് പറഞ്ഞില്ലേ നമുക്ക് ഭക്ഷണം കൊണ്ടുതരുന്ന കാര്യം? 160ഓളം സിറ്റികളിൽ നമ്മളെപ്പോലെ താമസിക്കുന്ന 1,45,000-ഓളം ആളുകൾക്കാ ഓരോ ദിവസവും ഭക്ഷണം കിട്ടുന്നത്. ഇവരുടെ തന്നെ കിച്ചണിലാ ഇതുണ്ടാക്കുന്നത്. ഇപ്പൊ അങ്ങനത്തെ 113 കിച്ചണുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ആരെങ്കിലും നമുക്കിങ്ങനെ ഫ്രീ ആയി ഭക്ഷണം തന്നാൽ മതിയോ? പട്ടിണിയില്ലാതെ ജീവിക്കുക എന്നത് മാത്രമാണോ പ്രധാനം? നമുക്ക് ആളുകൾ ഇങ്ങനെ വെറുതെ തന്നുകൊണ്ടിരുന്ന മോനും മോൻ്റെ മക്കളും അവരുടെ മക്കളുമെല്ലാം കാലാകാലം കൈനീട്ടി ജീവിക്കേണ്ടി വരില്ലേ? അത് ശരിയല്ലല്ലോ. ആത്മാഭിമാനം ഒന്നുമില്ലേ? ഉണ്ട്. നമുക്കും നമ്മളെപ്പോലുള്ളവർക്കും അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിനെന്താണ് ആദ്യം വേണ്ടത്? വിദ്യാഭ്യാസം. നിന്നെപ്പോലുള്ള കുട്ടികളെ ഇവിടെ വന്ന് പഠിപ്പിക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ രാജ്യത്തെ ഗല്ലികളിൽ ഇങ്ങനത്തെ 2500 സ്കൂളുകളുണ്ട്. അതിലൊരു ദിവസം വിദ്യാഭ്യാസം നേടുന്നത് എത്ര കുട്ടികളാണെന്നറിയാവോ? 100,000-ത്തിലധികം. ഇപ്പോ പപ്പയ്ക്ക് കൂലിപ്പണിയാ. നാളെ പണിയുണ്ടാവുമെന്ന് നാളെയേ അറിയൂ. ചെറിയ കൂലിയും. ഈ വർഷം കഴിഞ്ഞാൽ മോന് സാധാരണ സ്കൂളിൽ പോകാനുള്ള ഏർപ്പാട് തണൽ ചെയ്തു തരും. മോന്റെ സ്ഥാനത്ത് പുതുതായി വേറെ ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കാൻ തുടങ്ങും. തണലിന്റെ പദ്ധതി പ്രകാരം 20 കൊല്ലം കഴിയുമ്പോഴേക്കും മോനെ പോലുള്ള 40 ലക്ഷം കുട്ടികൾ വിദ്യാഭ്യാസമുള്ളവരാവും.
നല്ല ആരോഗ്യമുള്ളവരാവും. My name is Komal Kumari. I am 11-year old. I am from Patna, Bihar. സർക്കാർ തലത്തിലുള്ള എല്ലാത്തരം രേഖകളും പക്കയാക്കും. അന്തസ്സുള്ളവരാകും. വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് മോനെപ്പോലുള്ള കുട്ടികൾക്ക് നല്ല മാന്യമായ പണി കിട്ടും. അതിലൂടെ നമ്മളുടെ ജീവിതാവസ്ഥ തന്നെ മാറും. അപ്പം പിന്നെ മോൻ്റെ അടുത്ത തലമുറയ്ക്ക് ആരുടെയും ചാരിറ്റി ആശ്രയിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാം. ഇത് നിങ്ങൾ കുട്ടികളുടെ കാര്യം. നമ്മളെപ്പോലെ ചേരിയിൽ സ്വന്തമായി കൂരയോ സ്ഥിരവരുമാനമോ ഇല്ലാതെ ജീവിക്കുന്നവർക്ക് ഒരു അസുഖം വന്നാൽ എന്ത് ചെയ്യും? സഹിക്കുക എന്നല്ലാതെ ആശുപത്രി കൊണ്ടുപോകാനും നല്ല ചികിത്സ നേടാനും നമ്മളെ കൊണ്ടാവുമോ? ഇല്ല. ഇന്ത്യയിലെ എല്ലാ ചേരികളിലും മാസത്തിലൊരിക്കൽ തണലിൻ്റെ മെഡിക്കൽ സംഘം പോയി ആവശ്യമായ മെഡിക്കൽ സഹായം തരും. തീരെ അവശരായവരെ തണലിൻ്റെ ഷെൽട്ടറിലേക്ക് മാറ്റിപ്പാർപ്പിക്കും. അതിൽ ബന്ധുക്കളൊക്കെ ഒഴിവാക്കി എന്നോ തെരുവിൽ വന്നു കൂടിയവരുമുണ്ട് കേട്ടോ. ആദ്യം അവരുടെ സ്വന്തക്കാരെ കണ്ടെത്താനാവുമെങ്കിൽ കണ്ടെത്തി പരസ്പരം യോജിപ്പിക്കുന്നു. ബാക്കിയായവരെ അവരാണ് കൂടുതൽ കേട്ടോ. സ്വന്തം വീട്ടിലെന്ന പോലെ മരണം വരെ പരിപാലിക്കുന്നു. മരണശേഷം മാന്യമായി പറഞ്ഞയക്കുന്നതടക്കം. ഇപ്പൊ തെക്കേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലാണ് തണലിന്റെ ഇതുപോലുള്ള വീടുകളുള്ളത്. അവർക്ക് ശുദ്ധമായ കുടിവെള്ളം കൊടുക്കാൻ കിണറുണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യക്കാർക്ക് ചെറിയ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഓരോ വർഷവും 500 ചെറിയ വീടുകളും മാസത്തിൽ 150 കിണറുകളും എന്ന ലക്ഷ്യത്തിലാണ് തുടങ്ങിയത്. ഇപ്പോൾ ആയിരക്കണക്കിന് കിണറുകളും ചെറിയ വീടുകളുമാണ് ഉണ്ടാക്കിക്കൊടുത്തത്. അപ്പോഴും നമുക്കിവിടെ കഴിയാൻ മതിയായ രേഖകൾ വേണമല്ലോ. ഇല്ലെങ്കിൽ ഏത് സമയത്തും പിന്നെയും നമ്മൾ തെരുവിലാവും. അതൊഴിവാക്കാൻ ആവശ്യമായ എല്ലാവിധ സർക്കാർ രേഖകളും തണൽ ശരിയാക്കി തരും. ഇത്രയൊന്നുമല്ല, ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവരുടെ അവസ്ഥ മെച്ചപ്പെടുമല്ലോ എന്ന് നമുക്ക് തോന്നുന്ന എല്ലാത്തരം മനുഷ്യരുടെയും മേൽ തണലിൻ്റെ നോട്ടമെത്തുന്നു എന്നതാണ് സത്യം. പക്ഷേ ഇതുകൊണ്ടൊന്നും എല്ലാം ആകുന്നില്ല. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ ആവശ്യമുള്ളത് ഈശ്വരൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും നീതിപൂർവം എത്തിയാൽ ലോകം വളരെ സുന്ദരമാകും. അവിടേക്കെത്താൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 2045ഓടെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന പേരിൽ വിഷമിക്കുന്ന ഒരൊറ്റയാളും ഈ രാജ്യത്തുണ്ടാവരുതെന്നാണ് തണൽ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ദുരിത ജീവിതം ആരും ആഗ്രഹിച്ച് തിരഞ്ഞെടുത്തതല്ല. ഏതെങ്കിലും അസുഖം വന്നതിൻ്റെ പേരിലോ ഉറ്റവരോ ഉടയവരോ ഇല്ലാത്തതിൻ്റെ പേരിലോ ജന്മനാലുള്ള അവസ്ഥ കാരണമോ ആത്മാഭിമാനമുള്ള മനുഷ്യരായി ജീവിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും കൂടിയുള്ളതാണ് ഈ ലോകം. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. സർക്കാരുകൾ മാത്രം വിചാരിച്ചാൽ പൂർത്തിയാവുന്ന ഒരു പണിയല്ലാതെ ഒരു വലിയ ഉത്തരവാദിത്വം സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ള മനുഷ്യസ്നേഹികളുടെ സഹകരണത്തോടെ നടപ്പാക്കാനാണ് തണൽ ശ്രമിക്കുന്നത്. അതെ, ഒരു നല്ല ലോകം പണിയാൻ നമുക്കിനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. വരൂ, തണലിനൊപ്പം ചേരൂ. ലോകം കൂടുതൽ സുന്ദരമാക്കും.